ക്ഷേത്രാചാര ചടങ്ങ് എന്നതിലുപരി സമഭാവനയുടെയും സാഹോദര്യത്തിന്റെയും പ്രതീകം കൂടിയാണ് ചെട്ടികുളങ്ങരയിലെ കുതിരച്ചുവട്ടിൽ കഞ്ഞിവീഴ്ത്തൽ ചടങ്ങ്. കുംഭഭരണി ദിനത്തിൽ ക്ഷേത്രത്തിലെ കാഴ്ചകണ്ടത്തിൽ അണിനിരത്താനുള്ള കെട്ടുകാഴ്ചയുടെ നിർമ്മാണം ആരംഭിക്കുന്ന ദിവസം മുതൽ 13 കരകളിലും കുതിരമൂട്ടിൽ കഞ്ഞി എന്ന അന്നദാന വഴിപാടും ആരംഭിക്കും. ഭേദങ്ങളൊന്നുമില്ലാതെ അമ്മയുടെ അമൃതത്തിൽ പങ്കുകൊള്ളുന്നതിന്റെ മഹനീയതയുണ്ട് ചെട്ടികുളങ്ങരയിലെ കുതിരച്ചുവട്ടിൽ കഞ്ഞിവീഴ്ത്തൽ ചടങ്ങിന്. ഈ ഇലക്കുമ്പിളിന് മുന്നിൽ വലിയവനോ ചെറിയവനോ ഇല്ല, പണ്ഡിതനോ പാമരനോ ഇല്ല, സവർണനോ അവർണനോ ഇല്ല, എല്ലാവരും ഇവിടെ സമന്മാർ. കഞ്ഞി കുടിക്കാനിരിക്കുന്നവരിൽ ആരോ ഒരാൾ ചെട്ടികുളങ്ങര അമ്മയാണെന്ന് പ്രബല വിശ്വാസവും ഈ ഒത്തൊരുമയ്ക്ക് പിന്നിലുണ്ട്. അമ്മയുടെ ആഗമനവുമായി ബന്ധപ്പെട്ടാണ് കുതിരമൂട്ടിൽ കഞ്ഞി നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രാമവർമ്മ രാജാവിൻ്റെ കാലം മുതൽ നമ്മൾ ഓണാട്ടുകരയിൽ കുളംമട്ട് പുരമേച്ചിൽ ഇതെല്ലാം ശ്രമദാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അന്ന് കൂലിയല്ല, നമ്മൾ ഈ കഞ്ഞി ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ കഞ്ഞിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അമ്മയുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കൊടുങ്ങല്ലൂരിന് യോഗീശ്വരന്മാർ പോയി അമ്മയെ പ്രസാദിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ട് വരുവാണ്. അമ്മ വന്ന് ബ്രാഹ്മണ ഇല്ലത്ത് വരുമ്പോൾ അവിടെ മേച്ചിൽ ജോലി കഴിഞ്ഞ് ആൾക്കാർ കഞ്ഞി കുടിക്കാനായിട്ട് ഇരിക്കുന്ന തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ഒരമ്മ വരികയും ഭക്ഷണം ആവശ്യപ്പെടുകയും ഇല ഓലക്കാൽ വളച്ചു വെച്ച് തടയുണ്ടാക്കി ഇല വെച്ചിട്ട് അതിൽ കഞ്ഞിയും ഒഴിക്കുക. അതിൻ്റെ വിഭവങ്ങളെന്ന് പറയുമ്പോൾ മുതിരപ്പുഴുക്ക്, അസ്ത്രം, അവല്, ഉണ്ണിയപ്പം, ചില കടുമാങ്ങ, ചിലപ്പോൾ ഇതിന് അട വരെ ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് കഞ്ഞിക്ക് വേണ്ടി. അപ്പം അമ്മയുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കഞ്ഞികുടിയും കഴിഞ്ഞ് വടക്കോട്ട് മാറിയ അമ്മ കുളത്തിലിറങ്ങി പെട്ടെന്ന് മേളോട്ട് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതൊരു അവിടുത്തെ അന്തർജനം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് ഈ കഞ്ഞിയുടെ പ്രധാനപ്പെട്ട ഇത്. ഓലക്കീറുകൊണ്ട് വൃത്താകൃതിയിൽ നിർമ്മിച്ച തടയിൽ തൂശനില വെച്ച് അതിലേക്ക് ചൂട് കഞ്ഞി ഒഴിച്ച് ഒപ്പം നാടൻ കാർഷിക വിഭവങ്ങളുടെ കൂട്ടെന്ന് പറയാവുന്ന അസ്ത്രം, മുതിരപ്പുഴുക്ക് എന്നിവയും മേമ്പൊടിക്ക് കടുമാങ്ങയും ചേർത്ത് കഴിച്ചു തുടങ്ങുമ്പോൾ ഓരോരുത്തരിലും ഒരു സമ്പൂർണ്ണ ഓണാട്ടുകരക്കാരൻ സ്വയം ആവാഹിക്കപ്പെടുക. ഓണാട്ടുകാരുടെ ഏറ്റവും സവിശേഷമാർന്ന ഒരു ഭക്ഷണക്രമമാണ് കഞ്ഞി. ഇത് കുതിരമുട്ടിലും തേരുമുട്ടിലുമാണ് നടക്കുക. കുംഭഭരണിക്ക് മുൻപ് ശിവരാത്രി നാളിൽ കുതിരയുടെയും തേരിൻ്റെയും പണി നടക്കുന്ന സ്ഥലം ആ പണി നടക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയ ഒരു വിഭവമാണ് ഈ കുതിരമുട്ടിൽ കഞ്ഞി എന്നത്. കുതിരമുട്ടിൽ കഞ്ഞിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓണാട്ടുകരയുടെ ഏറ്റവും സവിശേഷമായ ഒന്നാണ്. ഓണാട്ടുകരയിൽ വിളയുന്ന നടുതല സാധനങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഓണാട്ടുകരയിൽ ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. അമ്മയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ഒന്നാണിത്. അമ്മ ഇവിടെ വന്നപ്പോൾ അന്ന് ഇപ്പോൾ ഇരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്ത് ഒരു ബ്രാഹ്മണ ഇല്ലമായിരുന്നു. അവിടെ ഈ പുരമേഞ്ഞ് ക്ഷീണിച്ചവർക്ക് കൊടുത്ത കഞ്ഞിയാണ് അമ്മ വാങ്ങിച്ചു കഴിച്ചതെന്നൊരു ഐതിഹ്യമുണ്ട്. അന്നു മുതൽ ക്ഷേത്രമുണ്ടായത് അന്ന് മുതൽ തന്നെ ഈ കഞ്ഞി ഇവിടെ ഓണാട്ടുകരയിൽ പ്രസിദ്ധമാണ്. കുതിരമുട്ടിൽ കഞ്ഞി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ തേരുമുട്ടിൽ കഞ്ഞി എന്നാണ് പറയുന്നത്. ഇത് നാനാജാതി മതസ്ഥരും ഒരുപോലെ ഇരുന്ന് ഒരേ സ്ഥലത്തിരുന്ന് എല്ലാവരും ചേർന്ന് കഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, സാമ്പത്തിക ക്രമങ്ങളില്ല. അങ്ങനെയുള്ള സാമ്പത്തിക വിവേചനങ്ങളില്ലാതെ എല്ലാവരും ഒരുപോലെ ഇരുന്ന് ഒരേ വേദിയിലിരുന്ന് താഴെ ഇരുന്ന് കഴിക്കുന്ന ഒരു കഞ്ഞിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭക്ഷണമുണ്ടെങ്കിൽ അത് ഈ കുതിരമുട്ടിൽ കഞ്ഞി മാത്രമാണ്. അത് എല്ലാവരും, വലിയ ഉദ്യോഗസ്ഥനായാലും വളരെ താഴ്ന്നു ജീവിക്കുന്നവരാണെങ്കിൽ ശരി, എല്ലാവരും ഒരുപോലെ ഒരേ വേദിയിലിരുന്ന് ഒരേ സമയത്ത് എല്ലാവരും ചേർന്നിരുന്ന് കഴിക്കുന്ന ഒരു സംവിധാനമാണ് കുതിരമുട്ടിൽ കഞ്ഞി. ഇവിടെ കുതിരമുട്ടിൽ കഞ്ഞി എന്ന് പറയുമ്പോൾ അമ്മയുടെ ആഗമനം, ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി, ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കുതിരമുട്ടിൽ കഞ്ഞി വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഭക്ഷണക്രമമാണെങ്കിൽ ഇവിടെ കുതിരമുട്ടിൽ കഞ്ഞിക്ക് കഞ്ഞി, അതുപോലെ തന്നെ അസ്ത്രത്തിൻ്റെ കാര്യം പറയാനുണ്ടെങ്കിൽ ഓണാട്ടുകാരുടെ മാത്രമുള്ള ഒരു വിഭവമാണ് അസ്ത്രം എന്ന് പറയുന്നത്. ദ്രവരൂപത്തിലുള്ള നമ്മുടെ ഓണാട്ടുകരയിലെ നടുതല സാധനങ്ങളെല്ലാം ചേർത്ത് അതിൻ്റെ കൂട്ട് പ്രത്യേകമാണ്. അത് ഓണാട്ടുകരയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഓണാട്ടുകരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളിലൊന്നാണ് ഈ അസ്ത്രം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറിയാണ് ഈ നമ്മുടെ കഞ്ഞിക്ക്. പപ്പടം, അവിൽ നനച്ചത്, ഉണ്ണിയപ്പം, പഴം എന്നിവയൊക്കെ ചേരുമ്പോൾ ഏത് കൊടികെട്ടിയ വിഭവത്തെയും വെല്ലുന്ന ചെട്ടികുളങ്ങരയുടെ രുചിവിസ്മയം വിടരുകയായി. കുംഭഭരണി ദിനത്തിൽ ക്ഷേത്രത്തിലെ കാഴ്ചകണ്ടത്തിൽ അണിനിരത്താനുള്ള കെട്ടുകാഴ്ചയുടെ നിർമ്മാണം ആരംഭിക്കുന്ന ദിവസം മുതൽ 13 കരകളിലും കുതിരമൂട്ടിൽ കഞ്ഞി എന്ന അന്നദാന വഴിപാട് ആരംഭിക്കും.
തന്നാനനാനന്ദേ തന്നാനായി തന്നന്നാനാനന്നായി തന്നാനായി താനേ താനന്നാനാനന്ദേ തന്നാനായി തന്നന്നനാനന്നനാനന്നനാനന്ദേ തന്നാനാനന്ദേ തന്നാനായി ഭദ്രേ ഭഗവതി ഭക്യാർത്ഥി വന്യനി ഭദ്രകാളീനാഥ മധ്യപാളി. പണ്ട് കരക്കാർ മാത്രമായിരുന്നു എല്ലാത്തിനും സജീവമായിരുന്നതെങ്കിൽ ഇപ്പോൾ കഞ്ഞി വഴിപാട് നടത്താനും കഞ്ഞി കുടിക്കുന്നതിനുമായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. മുൻപൊക്കെ ഒരു നേരത്തെ കഞ്ഞി വീഴ്ത്തൽ വഴിപാട് മാത്രമായിരുന്നെങ്കിൽ വഴിപാടുകാരുടെ എണ്ണം കൂടിയപ്പോൾ അത് 3 നേരമായി വർദ്ധിച്ചു. കഞ്ഞി വഴിപാട് നടത്തുന്നവർ ആദ്യം കരയുടെ ആസ്ഥാനത്തെത്തും. നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടുകാഴ്ചയ്ക്ക് സമീപമെത്തി ദക്ഷിണ വെച്ച് കരക്കാരെ കഞ്ഞിക്കായി ക്ഷണിക്കും. കരുത്തരപ്പോഴേ കരസ്ഥമാക്കിന സമസ്ത താലപ്പൊലിയുടെ അകമ്പടിയോടെ കഞ്ഞി നടക്കുന്ന സ്ഥലത്തേക്ക് കരക്കാരെ സ്വീകരിച്ചാനയിക്കും. കുത്തിയോട്ട പാട്ടുകൾ പാടി കരക്കാർ വഴിപാട് നടക്കുന്ന സ്ഥലത്തെത്തി കഞ്ഞിസദ്യയിൽ പങ്കെടുക്കും. കുതിരമൂട്ടിൽ കഞ്ഞിയുടെ പ്രതീകമായി ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിൽ ഓണം, പറക്കെഴുന്നള്ളത്ത് ദിവസങ്ങളൊഴികെ വർഷത്തിലെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ അന്നദാന വഴിപാട് നടത്തുന്നുണ്ട്. ഇപ്പോൾ അത്താഴ കഞ്ഞിയും ക്ഷേത്രത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. CD നെറ്റ് ന്യൂസ്, കായംകുളം.